ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മരണത്തെ പോലും മാറ്റിവിട്ട ചില അത്ഭുത പ്രാർത്ഥനകൾ ബൈബിളിൽ കാണാൻ പറ്റും. മരണത്തെ മാറ്റിവിടാൻ സാധിച്ചെങ്കിൽ നമുക്കറിയാം, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടും. ഈ പ്രാർത്ഥനയ്ക്ക് വിശിഷ്ട ഗുണമുണ്ടായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതുപോലത്തെ പ്രാർത്ഥന നമുക്ക് നടത്താൻ പറ്റുക. ആദ്യമായിട്ട് നമുക്ക് ഈ മരണവക്കിൽ നിന്നും രക്ഷപ്പെട്ട ചില ബൈബിൾ കഥാപാത്രങ്ങളുണ്ട്. അവരെ പരിചയപ്പെട്ടിരിക്കാം. മരിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മരണം മുന്നിൽ കണ്ടിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട ബൈബിൾ കഥാപാത്രങ്ങൾ. ഒരാൾ ഹെസക്കിയ. നമുക്കറിയാം, യെശയ്യാ 38 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹെസക്കിയായുടെ രോഗശാന്തി. അവന് ഒരു രോഗം ബാധിച്ചിട്ട് പ്രവാചകൻ വന്ന് അവനോട് പറഞ്ഞൊരു കാര്യം, നീ ഇതിനകത്തുനിന്ന് മുക്തനാകില്ല, നീ മരിക്കും. നീ എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നിനക്ക് സൗഖ്യം കിട്ടാൻ പോകുന്നില്ല, നീ മരിക്കും. അങ്ങനെ മരണം മുന്നിൽ കണ്ട വ്യക്തി ഹെസക്കിയ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. അവൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന ചില സവിശേഷതകൾ ഒരു 6 കാര്യങ്ങളെങ്കിലും നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും കണ്ടെത്താൻ പറ്റും. അതോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന മറ്റ് 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. വചനത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു 8 വിശിഷ്ടമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ വരുന്നതാണ്. രണ്ടാമതൊരു വ്യക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റും, അതാണ് യഹോഷാഫാത്ത്. 2 ദിനവൃത്താന്തം 18:31. യഹോഷാഫാത്ത് മരണം മുന്നിൽ കാണുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. ആ സമയത്ത് അവൻ ചെയ്തൊരു കാര്യം, ദൈവമേ എന്നൊരു നിലവിളി. ആ നിലവിളി സ്വർഗത്തിലെത്തി. അതവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്ന ഒരു നിലവിളിയായിരുന്നു. വിശ്വാസത്തോടെയുള്ള ഒരു നിലവിളിയായിരുന്നു. പരിത്യക്തൻ്റെ ഒരു നിലവിളിയായിരുന്നു. ആ നിലവിളി കർത്താവ് കേട്ടു. അവനെ ദൈവം സഹായിച്ചു. പിന്നീട് അവൻ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18 അധ്യായം. മൂന്നാമതൊരു ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും, ആഹാബ് രാജാവ്. അവൻ മരണം നേരിൽ കാണുകയാണ്. ഏലിയാ പ്രവാചകൻ വന്നിട്ട് അവരോട് പറഞ്ഞത്, നീ നിന്നെ തന്നെ വിറ്റവനായി, നിന്റെ പാപം മൂലം. ഇനി നീ നിരപരാധിയായ നാബോത്തിന്റെ രക്തം ചിന്തിയവനാണ്. ആ രക്തം നായ്ക്കൾ നാക്കി കുടിച്ചു. അതുകൊണ്ട് നിനക്ക് വരാൻ പോകുന്നത് അതിനേക്കാൾ ചെറിയൊരു കാര്യമല്ല. നിന്റെ രക്തവും നായ്ക്കൾ നാക്കി കുടിക്കും, നിന്റെ രക്തം പട്ടി നാക്കി കുടിക്കുമെന്ന്. ഇത് കേട്ടിട്ട് ആഹാബ് ചെയ്തൊരു കാര്യം 27-ാമത്തെ വചനത്തിലുണ്ട്. 1 രാജാക്കന്മാർ 21:27 വചനം. ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി, രാജകീയ വസ്ത്രം മാറ്റി, ചാക്കൊടുത്തു, മേത്ത് ചാരം വാരിയിട്ട് ഉപവാസത്തോടെ കണ്ണീരോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു രാജാവാണ് ഇതെല്ലാം ചെയ്തെന്ന് ഓർക്കണേ. അത് കണ്ടിട്ട് ദൈവം പറഞ്ഞൊരു കാര്യം, ആഹാബിന്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ, അതുകൊണ്ട് അവന്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ഞാൻ മാറ്റിവിടുന്നു. മരണം മാറ്റിവിട്ട പ്രാർത്ഥന, അതാണ് ഇവിടെ നമ്മൾ കാണുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സൂസന്നായുടെ കാര്യം. ദാനിയേൽ 13-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ സൂസന്ന മരണം മുന്നിൽ കാണുകയാണ്. അവൾ നിലവിളിച്ച് ഉച്ചത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. ദൈവം അവളെ സഹായിച്ചു. മരണത്തിൽ നിന്നും അവള് രക്ഷപ്പെടുന്നത് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി 4-ാം അധ്യായം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് 13-ാമത്തെ വചനത്തില് കായേന് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായി. അവനോട് പറഞ്ഞു, നിനക്ക് വരാൻ പോകുന്നത് വളരെ കഠിനമായിട്ടുള്ള ദിവസങ്ങളാണ്, കഠിനമായിട്ടുള്ള വേദനകളാണ്. ഇത് കേട്ടിട്ട് കായം പറഞ്ഞൊരു കാര്യം, എല്ലാവരും എന്നെ കൊല്ലാൻ നോക്കും, ഇതെനിക്ക് വഹിക്കാവുന്നതിനപ്പുറമാണ്. ഇത് കേട്ടത് ദൈവം പറയാണ്, ഇല്ല, ഞാൻ നിന്റെ മേലൊരു മുദ്ര വെക്കും, അതുകൊണ്ട് അവർ നിന്നെ തുറത്തില്ല. പക്ഷേ അത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും അവന് മോചനം ലഭിച്ചു. അവൻ ഇതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറായതുകൊണ്ട്. നമുക്കിനി ആ അഷ്ടവിശിഷ്ട കാര്യങ്ങൾ, ഒരു പ്രാർത്ഥനയ്ക്ക് അത്ഭുത ശക്തി പകരുന്ന 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഹെസക്കിയായുടെ ആ പ്രാർത്ഥനയിൽ നിന്നാണ്. യെശയ്യാ 38:13 വചനം നമ്മെ പഠിപ്പിക്കുന്നു, രാത്രി മുഴുവൻ ഹെസക്കിയ കരഞ്ഞും പ്രാർത്ഥിച്ചു. അവന് മരിക്കുമെന്നുള്ള ആ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭിത്തിയിലേക്ക് തിരിഞ്ഞു കടന്ന് രാത്രി മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹെസക്കിയായി കാണാൻ പറ്റും. യെശയ്യാ 38:14 അടുത്ത വചനം പറയുന്നത് എന്താണ്? അവൻ നിലവിളിച്ചും ഞരങ്ങിയും പ്രാർത്ഥിച്ചു. മീവൽ പക്ഷികളെ പോലെ നിലവിളിച്ചു, പ്രാവുകളെ പോലെ ഞരങ്ങി എന്നുള്ളത് ഈ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം യെശയ്യാ 38:16 നമ്മൾ വായിക്കുന്നുണ്ട്, അവനവന്റെ ജീവിതം ദൈവത്തിൽ നിന്ന് അകറ്റാതെ ആ ജീവിതം ദൈവത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പലർക്കും പറ്റുന്നത് സഹനം വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഹെസക്കിയായിക്ക് അങ്ങനെ സംഭവിച്ചില്ല. സഹനത്തിന്റെ നടുവിലും ദൈവത്തോട് ജീവിതം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഹെസക്കിയായെ കാണാൻ പറ്റും. ഇതിന് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഫോർട്ടിറ്റ്യൂഡ്, മനസ്ഥൈര്യം. പ്രതികൂലങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ധൈര്യമായിട്ട് അതിനെ ഫേസ് ചെയ്ത് അതിജീവിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്.
മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഏശയ്യാ 38:17 വായിക്കുമ്പോൾ എസെക്കിയാ തന്റെ ശിക്ഷണത്തെ എടുത്തത് എങ്ങനെയാണ്? കർത്താവ് ഒരു ശിക്ഷണം അനുവദിച്ചപ്പോൾ, അതായത് ഈ രോഗം വന്നപ്പോൾ അവൻ പറഞ്ഞു, എന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ചതാണ്. ചിലർ ഉടനെ ദൈവത്തിനെതിരെ നീങ്ങും, ദൈവത്തെ കുറ്റപ്പെടുത്തും, ദൈവത്തെ പഴിക്കും. അതല്ല എസെക്കിയാ ചെയ്തത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏശയ്യാ 38:19 വായിച്ചാൽ അടുത്തൊരു കാര്യം അവിടെ കാണാൻ പറ്റും. സഹനത്തിന്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. എത്ര പേർക്ക് ഈ വലിയ പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണെന്ന് പറയുന്നവർക്കും എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റും? ഹബക്കൂക്ക് പ്രവാചകൻ 3:17 വായിച്ചാൽ ആൾ പറഞ്ഞിട്ടുണ്ട്, അത്തിവൃക്ഷം പൂത്താലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഇത് പറയാൻ പറ്റണ ഓരോ ക്രിസ്ത്യാനിക്ക്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് എസെക്കിയായ്ക്ക് ചെയ്യാൻ പറ്റി. സഹനത്തിന്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. അവസാനത്തേത്, അതായത് 6ാമത്തെ കാര്യം ഇതാണ്. ഏശയ്യാ 38:22 എസെക്കിയാ ഒരു അടയാളം ചോദിച്ചു. നമുക്ക് ചോദിക്കാൻ പറ്റും. ഹൃദയം ശുദ്ധമാണെങ്കിൽ നമുക്കും ദൈവത്തോട് അടയാളം ചോദിക്കാൻ പറ്റും. ദൈവം അടയാളം കാണിച്ചു തരും. ഇനി അവർ കൊടുത്ത അടയാളം ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 8 കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ അഷ്ടവിശിഷ്ട കാര്യങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 7ാമത്തേതാണ് 1 രാജാക്കന്മാർ 21:25 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എളിമപ്പെട്ട് ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു രാജാവ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. രാജകീയ വസ്ത്രം മാറ്റി ചാരം മേത്ത് വാരിയിട്ട് എളിമപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആഹാബിനെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെയൊക്കെ നമ്മൾ ഇന്നും പ്രാർത്ഥിച്ചാലും ദൈവം ഇതുപോലെ പ്രവർത്തിക്കും. മറ്റൊന്ന് തോബിത്ത് 12-ാം അധ്യായം 8ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നതാണ്. തോബിത്ത് 12:8. പ്രാർത്ഥന നന്നാകണമെങ്കിൽ 3 കാര്യങ്ങൾ പ്രാർത്ഥനയോട് ചേർത്ത് പിടിക്കണം. ഉപവാസം, നീതി, ദാനധർമ്മം. ഈ 3 കാര്യങ്ങൾ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ പ്രാർത്ഥന നന്നാകും, പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാകും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകട്ടെ. ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വരട്ടെ. നമ്മുടെ പ്രാർത്ഥനയും ശക്തിയുള്ളതാകും. മരണത്തെ പോലും മാറ്റിവിടാനുള്ള ശക്തി ആ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകും. അതിന് കൃപ കിട്ടാനായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹീതരായ നമുക്ക് നാളിതുവരെ ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ തിരിച്ചറിയാം, അവയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നിശബ്ദതയിൽ നമുക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ലോകം മുഴുവനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.